ദൈവം ഓരോ മക്കളെ തരികയാണ്. ഈ സമയത്ത് ജിതിന്റെ മമ്മി മുമ്പോട്ട് വന്നു. ദൈവം ഒരു അനുഗ്രഹത്തെ തരികയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് കൈ കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട മോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതമെന്ന് പറഞ്ഞ് ആ സ്നേഹിക്ക് കൈ കൊടുത്ത് ഒരു ചുംബനം നൽകി നിങ്ങളുടെ വീട്ടിലേക്ക് സ്വീകരിച്ചാട്ടെ. എല്ലാവരും കൈ നിറച്ചാട്ടെ. ഈ മോള് ഈ കുടുംബത്തിന് മുഴുവൻ അനുഗ്രഹമാകട്ടെ. അപ്പോൾ തന്നെ സ്നേഹയുടെ ഭവനത്തിലേക്ക് ദൈവം മകനെ തരികയാണ്. സ്നേഹയുടെ ബ്രദർ സമയം മുമ്പോട്ട് വന്ന് ഇതിനെ കൈ കൊടുത്ത് ഒരു ചുംബനം നൽകി നിങ്ങളുടെ വീട്ടിലേക്ക് സ്വീകരിക്കുമ്പോൾ എല്ലാവരും ഉല്ലാസങ്ങളുടെ കരങ്ങളെ നടിച്ചാട്ടെ. വിവാഹ ശുശ്രൂഷകളുടെ സമാപിക്കുകയാണ്. തുടക്കം മുതൽ ഈ സമയം വരെയും ദൈവ സാന്നിധ്യത്താൽ ഈ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിച്ചു. കർത്താവിന്റെ ദാസൻ തോമസ് ഉണ്ണികളിലൂടെ വളരെ മനോഹരമായ ദൈവിക അരുളപ്പാടുകൾ, ദൈവത്തിന്റെ ഉപദേശങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എങ്ങനെ നമ്മുടെ വീട് സ്വർഗമാക്കി മാറ്റാൻ കഴിയും, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്. അപ്പോൾ തന്നെ നമ്മൾ കേട്ട മറ്റൊരു കാര്യമുണ്ട്. യേശുവാകുന്ന മണവാളൻ വരാൻ പോവാൻ. എന്തിനാണെന്നറിയാമോ? തൻ്റെ മണവാട്ടിയെ കൊണ്ടുപോകാൻ. അതുകൊണ്ട് ആ മണവാട്ടി സ്ഥാനത്താണോ ഞാൻ ആയിരിക്കുന്നത് എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ദൈവസ്ഥലത്ത് എഴുതേക്കാം. ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. എവിടെയെങ്കിലും ഒരു കറക്ഷൻ എനിക്ക് വേണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നെങ്കിൽ, നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് ഇടപെടുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവസ്ഥലത്ത് ഏൽപ്പിക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് എന്നെ അതിനെ സഹായിക്കണം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് ഒരു വാക്ക് നന്ദി പറയും. അതേ തുടർന്ന് സ്വർഗീയ വരുന്ന സഭയുടെ മാവേലിക്കര സഭാ ശുശ്രൂഷകനായ ഡോക്ടർ തോമസ് ഫിലിപ്പ് ഈ സമയം മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് തോമസ് കുട്ടികൾ ആശീർവാദം പറഞ്ഞ് ശുശ്രൂഷകൾ സമാപിക്കും. അങ്ങ് ഈ വിവാഹം കർത്താവ് നമുക്ക് കൊടുത്തതിനായ സ്തോത്രം. ഞങ്ങളെല്ലാ ഉള്ളങ്ങളെയും ഹൃദയങ്ങളെയും കർത്താവ് ഒരിക്കൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി അങ്ങ് വേഗം വരാൻ പോകുന്നു എന്നുള്ള വലിയൊരു ഉറപ്പ്. ഇനി ഞങ്ങളുടെ പ്രതികരണങ്ങൾ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളെ ഒരിക്കൽ കൂടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി അന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ചില്ല ജിതിൻ്റെയും സ്നേഹശിഷ്ടനെയും കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും കർത്താവെ ഇന്നീ ഹോളിലുള്ള എല്ലാവരെയും കർത്താവ് ഉള്ളം നിറഞ്ഞ് കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറച്ച് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ കർത്താവെ സ്തോത്രം ഞങ്ങളെ എക്സ്പെക്റ്റൻ്റ് ആക്കി ഞങ്ങളുടെ വരവിനെ നോക്കി ഒരിക്കൽ കൂടെ ഞങ്ങളെ ഒരുക്കി ഹൃദയങ്ങളെ ഒരുക്കുവാൻ ഞങ്ങൾ അവസരം തന്നതിനായ സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഒരു ഹാള് ഒരു സുവിശേഷത്തിലൂടെ നിൽക്കുന്ന 1000 ഇതിനുവേണ്ടി മിഷനാണ്. അവരെ ഒന്ന് ഉയർത്തി ബ്ലസ് ചെയ്യാം. ആകയാൽ പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നമ്മളെല്ലാവരും കൂടി വിശേഷാൽ ഈ ഭൂമിയിലുള്ളവായിരിക്കുന്ന പുതിയ കുടുംബത്തോടുകൂടി നമ്മളെല്ലാ വീടുകളോടും യേശു നമുക്ക് ഭവനം ഒരുക്കി വരുന്ന ദിവസം വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു നിമിഷം കൂടി നിന്നോട് കാര്യങ്ങൾ